നിയമത്തിൽ രൂത്ത് എന്നൊരു പുസ്തകമുണ്ട്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2 സ്ത്രീകളെ കുറിച്ച്. എന്താ കാര്യം? ചിലപ്പം സഹോദരിമാർക്ക് തോന്നും, ഞങ്ങളെ കൊണ്ടൊക്കെ എന്നെ ആകാനാണ്. ഞാൻ പറയാം, ദൈവരാജ്യത്തിൽ അങ്ങനെ വ്യത്യാസമില്ല. ദൈവരാജ്യത്തിൽ ഒരു പുരുഷനായിക്കോട്ടെ, ഒരു സ്ത്രീ ആയിക്കോട്ടെ, വിശ്വാസത്തിന്റെ ബസ്സിൽ യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ മാറുവാനായിട്ട് തുടങ്ങും. അവരുടെ ജീവിതത്തിന്റെ ഉയർച്ചകൾ മാറുവാനായിട്ട് തുടങ്ങും. അവരുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഈ പുസ്തകത്തില് 4 അധ്യായമേ ഉള്ളൂ. നിങ്ങളൊരു ഉപകാരം ചെയ്യണം, വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പുസ്തകം മുഴുവനായിട്ട് നിങ്ങൾ വായിക്കണം. 4 അധ്യായമേ ഉള്ളൂ. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് തന്നെ ഇരുന്ന് വീട്ടിൽ പോയി വായിക്കണം. 4 അധ്യായമേ ഉള്ളൂ. ഇവിടെ 2 സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇതിന്റെ പുതിയ നിയമവുമായിട്ടുള്ള ഒരു കണക്ഷനും കൂടെ പറയാം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം മാത്രമേ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമുള്ളൂ. ഇസ്രായേൽ ജനം മാത്രമാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം. ബാക്കി മുഴുവൻ പേരും ജാതീയരം, വിജാതീയരം. ദൈവത്തെ സംബന്ധിച്ച് അബ്രഹാമിന്റെ സന്തതികൾ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുടുംബം മോവാബിലേക്ക് പോവുക. മോവാബ് എന്നൊരു സ്ഥലത്തിലേക്ക് ഇസ്രായേലിൽ നിന്ന് അവർ വെളിയിൽ പോവുകയാണ്. അവിടെ ഒരു അപ്പൻ, അമ്മ, 2 ആൺമക്കൾ അടങ്ങുന്ന ഒരു കുടുംബം. ഞാൻ ചുരുക്കി പറയാം, 2 ആൺമക്കൾ അടങ്ങുന്ന ഒരു കുടുംബം. അവരവിടെ ചെന്നപ്പോൾ അവിടെയുള്ള വിജാതീയരായ 2 സ്ത്രീകളെ അവരുടെ ആൺമക്കൾക്ക് വിവാഹം കഴിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. പുതിയ നിയമം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ യഹൂദന് മാത്രം സ്വന്തമായിരുന്ന ദൈവത്തെ വിജാതീയനും കൂടെ സ്വന്തമാക്കി കൊടുക്കുവാനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. നിങ്ങളും ഞാനും ഒരു ക്രിസ്തീയ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞാലും ബൈബിൾ അനുസരിച്ച് പഴയ നിയമവും പുതിയ നിയമവും നോക്കിയാൽ യഹൂദനല്ലാതെ ബാക്കിയുള്ള എല്ലാവരും വിജാതീയർ. ഈ വിജാതീയ കുടുംബത്തിലുള്ള 2 വ്യക്തികൾക്ക് ദൈവത്തിന്റെ ഗ്രഹത്തിലേക്ക് കയറുവാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി. ഈ 2 പേരെയും മരുമക്കളായിട്ട് ആ വീട്ടിലേക്ക് സ്വീകരിച്ചു. ചുരുക്കി പറഞ്ഞാൽ 2 വിജാതീയ സ്ത്രീകൾ ദൈവത്തിന്റെ കുടുംബത്തിനകത്തേക്ക് കയറ്റം കിട്ടി, അഥവാ വിളി കിട്ടി. ഈ 2 പേരും അകത്ത് കയറി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ വലിയൊരു പദവിയാണ്, വലിയൊരു ഭാഗ്യമാണ്. അവരെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. ഇന്ന് ഞാൻ പറയാം, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ വന്ന വഴികളൊന്ന് നോക്കിയാൽ മതി. ഇത്രയും വലിയ രക്ഷ നമുക്ക് കിട്ടിയതുപോലത്തെ ഭാഗ്യം ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല. എത്ര പേര് പറയും രക്ഷ ഒരു വലിയ ഭാഗ്യമാണ്? ആമേൻ, ആമേൻ. അതുപോലെ തന്നെയാണ് ഈ 2 സ്ത്രീകൾക്ക് ഈ ഭാഗ്യം കിട്ടിയത്. പഴയ നിയമത്തിൽ വിജാതീയ സ്ത്രീകൾ 2 പേരെ ദൈവഗ്രഹത്തിനകത്തോട്ട് കയറ്റി. 2 പേർക്ക് വിളിയുണ്ടായിരുന്നു. ഒന്ന് തൊട്ട് പറ, 2 പേർക്കും ഒരുപോലെ വിളിയുണ്ടായിരുന്നു. 2 പേരും ദൈവ ജനത്തിന്റെ ഭാഗമായി, ദൈവഗ്രഹത്തിന്റെ ഭാഗമായി. എല്ലാം നല്ലതായിരുന്നു. വന്ന ഉടനെ ഭയങ്കര അത്ഭുതങ്ങളായിരുന്നു, അടയാളങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, അടിപൊളി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ആ വീട്ടിലെ പിതാവ് മരിക്കുന്നു, 2 ആൺമക്കളും മരിക്കുന്നു. വിളി കിട്ടിയ 2 പേരും വിധവന്മാരായി. ഈ ഒരു അവസ്ഥയിലാണ് ഈ വിശ്വാസത്തിന്റെ ബസ്സും പിന്മാറ്റത്തിന്റെ ബസ്സും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി ഞാനൊരു കാര്യം പറയാം. നമ്മളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ നടക്കത്തില്ലായിരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ പ്രഷ്യസ് ആണെന്ന് ചിന്തിച്ച ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് വിശ്വാസത്തിൽ വന്നതിന് ശേഷം.
നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്ന ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട് വിശ്വാസത്തിൽ വന്നതിന് ശേഷം. എന്ത് തെറ്റ് ചെയ്തിട്ടില്ല ബ്രദറെ, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. നിന്നോടായിരുന്നു ദൈവം സംസാരിക്കുന്നത്. നീ ആ അവസ്ഥയിലാണെന്നുള്ളത് നല്ലതുപോലെ കർത്താവിന് അറിയാം. പക്ഷെ അവിടെ വെച്ച് 2 ബസ്സുകൾ യാത്രയാകുന്നുണ്ട്. അപ്പുറത്തുള്ള തൊട്ട് പറഞ്ഞ 2 ബസ് അവിടെ വെച്ച് യാത്രയാകുന്നുണ്ട്. ഹല്ലേലൂയ. നീ ഏത് ബസ് യാത്ര ചെയ്യുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിന്റെ ഭാവി നിർണയിക്കാൻ പോകുന്നത്. ഞാൻ വീണ്ടും പറയാം, ഉറപ്പിച്ചു പറയാം, എഴുതി തരാം വേണമെങ്കിൽ. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യവും നിന്റെ ഭാവിയിലെ അനുഗ്രഹത്തെ തടസ്സമാക്കത്തില്ല. നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന ഒരു പ്രതികൂലവും ഒരു പ്രശ്നവും നിന്റെ ഭാവിയിലെ അനുഗ്രഹത്തെ തടസ്സമാക്കത്തില്ല. ഇന്നും ദൈവവചനം നിന്നോട് പറയാം, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കത്തില്ല. ഇന്ന് ഞാൻ ചങ്കൂറ്റത്തോടെ പറയാം, നിങ്ങളുടെ ജീവിതം ഏതവസ്ഥയിലായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതം ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല എന്നുള്ളതാണ് ദൈവവചനം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വിധവയായ യൗവനക്കാരത്തി 2 സ്ത്രീകളുടെ മുന്നിൽ എന്ത് ഭാവിയാ ഉള്ളത്? പക്ഷെ അപ്പുറത്തുള്ള ആള് തൊട്ട് പറ, വിശ്വാസത്തിന്റെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് ഭാവിയുണ്ട്. ഉറക്കെ പറ, വിശ്വാസത്തിന്റെ ബസ്സിൽ യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് സാധാരണ ഭാവിയല്ല, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിയുണ്ട്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി എന്ന് പറഞ്ഞാൽ നീ വിസ്മയിക്കും, നാട്ടുകാര് വിസ്മയിക്കും, നിന്റെ തലമുറകൾ വിസ്മയിക്കും. നീയും ഞാനും ഇറങ്ങിയിരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ ബസ് ഉണ്ടല്ലോ, ഇത് സാധാരണ ഒരു ബസ്സല്ല. ഇത് ഒരു വ്യക്തിക്കും നിന്നെ എത്തിച്ചു ചേർക്കാൻ സാധിക്കാത്ത സ്ഥലത്ത് എത്തിച്ചു ചേർക്കാൻ സാധിക്കുന്ന ദൈവമിട്ട ബസ്സായി വിശ്വാസത്തിന്റെ ബസ്. ഇതിന്റെ ഡ്രൈവർ യേശുവാ, ഇത് ഓടിക്കുന്നത് പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബസ്സിൽ നിൽക്കുന്ന ഒരുത്തനും അവൻ നശിക്കത്തില്ല, അവനൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ടാകും. യൗവനക്കാരത്തി സ്ത്രീകൾ 2 വിധവമാർ. അവര് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു വിളിയാ കിട്ടിയത്. ദൈവഗ്രഹത്തിന്റെ ഭാഗമായി പുറജാതി സ്ത്രീകളായിരുന്ന 2 പേര് ഇന്ന് ദൈവ വീട്ടിലേക്ക് അവർക്ക് അംഗത്വം കിട്ടി. പക്ഷെ അവരുടെ ഭർത്താക്കന്മാർ ഇപ്പോൾ മരിച്ചുപോയി. ജീവിതം തന്നെ ശൂന്യമായ അവസ്ഥ. ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കത്തില്ല. ആശിക്കാനായിട്ട് ഒന്നുമില്ല മുന്നിൽ. മുഴുവൻ കാര്യവും ഇരുണ്ടിരിക്കുന്ന അനുഭവം. ഇന്നെന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതം ആ അവസ്ഥയിലാണെങ്കിൽ ഞാനൊരു കാര്യം അടിവരയിട്ട് പറയാം. നീ വിശ്വാസത്തിന്റെ ബസ്സിൽ യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ, തുടരാൻ തയ്യാറാണെങ്കിൽ, മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയാം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി നിന്റെ മുന്നിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. നിന്റെ പുറകിലുള്ള കയ്പ് മറന്നു പോകുന്ന രീതിയിൽ, നിന്റെ പുറകിലെ ജീവിതത്തിൽ നിനക്കുണ്ടായ അനുഭവങ്ങൾ മറന്നു പോകുന്ന രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി നിന്റെ മുന്നിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Your life is not yet over. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ജീവിതം തീർന്നിട്ടില്ല. അപ്പുറത്തുള്ള 1-2 പേരോട് തൊട്ട് പറഞ്ഞേ, നിന്റെ ജീവിതം തീർന്നിട്ടില്ല. ഞാനല്ല പറയുന്നത്, എന്റെ കാതിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ വന്ന് പറഞ്ഞതാ. അവരോട് പറ, ജീവിതം തീർന്നിട്ടില്ല. ആര് പറഞ്ഞു ജീവിതം തീർന്നെന്ന്? നിന്റെ ജീവിതം തീർന്നിട്ടില്ല. ഹല്ലേലൂയ.
ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചായിരിക്കും, അല്ലെ നിങ്ങളുടെ മക്കളെ കുറിച്ചായിരിക്കും, അല്ലെ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചായിരിക്കും, അല്ലെ നിങ്ങളുടെ സാമ്പത്തികത്തെ കുറിച്ചായിരിക്കും. അത് ഏത് മേഖലയിലുള്ള പ്രതിസന്ധി ആയിക്കോട്ടെ, വിശ്വാസത്തിന്റെ ബസ്സിൽ നീ യാത്ര തുടരാൻ തയ്യാറാണെങ്കിൽ നിന്റെ മുന്നിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ, ആമേൻ. അവിടെ നവോമി എന്ന് പറയുന്ന അമ്മായിയമ്മ താൻ 2 മരുമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു. ഒരു മരുമകളുടെ പേര് രൂത്ത്, വേറൊരു മരുമകളുടെ പേര് ഓർഫ. മലയാളത്തിൽ ഓർഫ തന്നെയാണോ? ഓർപ്പ. ഓക്കെ. സോ 2 മരുമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഇനി എന്റെ കൂടെ നിങ്ങൾ നടന്നിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് നിങ്ങൾക്ക് തരാൻ ഇനി ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിലോട്ട് പോകും. എന്ന് വെച്ചാൽ പുതിയ നിയമത്തിൽ പറഞ്ഞാൽ ഇനി ഈ വിശ്വാസത്തിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല മക്കളെ. നിങ്ങൾ വേണേ നിങ്ങളുടെ പഴയ വിശ്വാസത്തിലോട്ട് പോകും, നിങ്ങളുടെ പഴയ ജീവിതത്തിലോട്ട് പോകും, നിങ്ങളുടെ പഴയ കാര്യത്തിലോട്ട് പോകും, നിങ്ങളുടെ പഴയ വീട്ടിലോട്ട് പോകും. അവിടെ വിളി കിട്ടിയത് 2 പേർക്ക് ഒരുപോലെയാ. അപ്പുറത്തുള്ളവരോട്ട് പറഞ്ഞ വിളി കിട്ടിയത് 2 പേർക്ക് ഒരുപോലെയാ. പക്ഷെ 2 പേര് 2 ബസ്സേ കയറി. തൊട്ട് പറ, 2 പേര് 2 ബസ്സേ കയറി. അവിടെ 14ാമത്തെ വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. ഒന്നുകൂടെ 14 വായിച്ചേ. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. നോ, 2 പേരുടെ മേളിലുള്ള ദൈവവിളി ഒരേപോലത്തെ ദൈവവിളിയാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ആൾക്കും നിങ്ങളുടെ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കും നിങ്ങളെ പോലെ തന്നെയാണ് ദൈവവിളി കിട്ടി അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്ന ഈ ദൈവവചനം നീ ഏറ്റെടുക്കുകയും അവർ ഏറ്റെടുക്കാതെ ഇരിക്കുകയും ചെയ്താൽ നിന്റെ ഭാവിയും അവരുടെ ഭാവിയും തമ്മിൽ വ്യത്യാസമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർഫ ഉമ്മ കൊടുത്ത് അമ്മായിയമ്മയെ പിരിഞ്ഞ് പിന്മാറ്റത്തിന്റെ ബസ്സിൽ കയറിപ്പോയി. അപ്പുറത്തുള്ളടത്തോട്ട് പറഞ്ഞ ഓർപ്പ പിന്മാറ്റത്തിന്റെ ബസ്സിൽ കയറിപ്പോയി. എപ്പോഴാ വിശ്വാസം അത്യാവശ്യം? ആശിക്കുന്നതൊന്നും കാണാത്തപ്പം. പറ, ആശിക്കുന്നതൊന്നും കാണാത്തപ്പോഴാണ് എന്തിന്റെ ആവശ്യം? അപ്പോഴാണ് അതിന്റെ ആവശ്യം. ഇപ്പൊ ഇവരുടെ 2 പേരുടെ മുന്നിൽ ഒന്നുമില്ല. ഒരാൾ തീരുമാനിച്ചു ബുദ്ധി ഉപയോഗിക്കാം. എനിക്ക് മീറ്റിങ്ങിന് പോകാൻ തോന്നുന്നില്ല ബ്രദറെ. ഡിസൈഡ് ചെയ്തു മീറ്റിങ്ങിന് പോകുന്നില്ല. പ്രയർ സെല്ലിന് പോയിട്ട് എന്നാ പ്രയോജനം ബ്രദറെ? പോകുന്നില്ല. റിവൈവൽ ഫെസ്റ്റിവലിന് എന്തിനാ ബ്രദറെ പോകുന്നത്? പോകുന്നില്ല. എന്തിനാ ബ്രദറെ കൂട്ടായ്മ ആചരിക്കുന്നത്? പോകുന്നില്ല. പക്ഷെ ഒരാൾ തീരുമാനിച്ചു, എനിക്ക് എന്തെങ്കിലും തോന്നിക്കോട്ടെ, പക്ഷെ വിശ്വാസത്തിന്റെ ബസ്സെന്ന് ഞാൻ താഴെ ഇറങ്ങത്തില്ല. എന്റെ തോന്നൽ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ വിശ്വാസത്തിന്റെ ബസ്സെന്ന് ഞാൻ താഴെ ഇറങ്ങത്തില്ല. ഹല്ലേലൂയ. സോ അടുത്ത വാക്യത്തിൽ രൂത്ത് പറയുകയാണ്, വായിച്ചേ. രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പോൾ ആരോട് പറ്റി നിന്നു? തന്റെ അമ്മായിയമ്മയോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. 17 വായിക്കാം. രൂത്ത് പറയുന്ന മറുപടി നമുക്ക് വായിക്കാം. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ജനം എന്റെ ജനം, എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. എനിക്ക് ഈ ദൈവത്തെ കിട്ടിയത് നിന്നിൽ കൂടിയാ.
ഞാൻ എനിക്ക് കിട്ടിയ ഭർത്താവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല ഞാൻ ഈ വിശ്വാസത്തിലോട്ട് ഇറങ്ങിയത്. എനിക്ക് ഭർത്താവ് അല്ലാതെ ഒരു ദൈവത്തെ നിന്നിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. ആ ദൈവത്തെ ഞാൻ വിട്ടിട്ട് പോകത്തില്ല. ഓ, ഇന്നെന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്ക് കിട്ടിയ കാറ് പോകുമ്പോൾ, നിനക്ക് കിട്ടിയ പണം പോകുമ്പോൾ, നിനക്ക് കിട്ടിയ ചില നന്മ പോകുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് പിന്മാറ്റത്തിന്റെ ബസ്സിൽ കയറരുത്. അവിടെ വെച്ച് പറയണം, ഈ ദൈവം എന്റെ ദൈവം. എന്റെ ഭർത്താവ് പോയി കാണും, പക്ഷെ എനിക്ക് ഈ ദൈവത്തെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ വിശ്വാസത്തിന്റെ പരീക്ഷണം വരുന്നത്? വിശ്വാസത്തിന്റെ പരീക്ഷണം വരുമ്പോൾ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെളി വരും. ഹല്ലേലൂയ. ഒന്ന് തൊട്ട് പറ, വിശ്വാസത്തിന്റെ പരീക്ഷണം നിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ദൈവസ്നേഹം വെളിയിൽ കൊണ്ടുവരും. ശബ്ദം പോയി, ശബ്ദം പോയി, ശബ്ദം പോയി, ശബ്ദം പോയി, ശബ്ദം പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർഫയെ സംബന്ധിച്ച് തനിക്ക് ഭർത്താവ് വലിയതായിരുന്നു. എനിക്ക് ദൈവഗ്രഹത്തിൽ നിന്നൊരു ഭർത്താവിനെ കിട്ടി. ഓ, അത് തന്നെ പോയി. ഇനിയും പിന്നെ ഞാൻ ഇതിന്റെ ഈ കൂട്ടത്തിൽ പോയിട്ട് എന്നാ നടക്കാനാ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താൻ ചിന്തിച്ചു, ഇനിയും ഈ പ്രായമായ തള്ളയുടെ കൂടെ പോയി നടന്നിട്ട് എന്നാ കിട്ടാൻ? ചിലർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വാസത്തിന്റെ യാത്ര അത്ര സുഖമുള്ള യാത്രയായിരിക്കത്തില്ല ആദ്യം. പക്ഷെ യാത്ര ചെയ്യാൻ നീ തീരുമാനിച്ചാൽ നിന്റെ ഭാവി സുഖമായി തീരും. ഞാൻ വീണ്ടും പറയാം, വിശ്വാസത്തിന്റെ യാത്ര തുടങ്ങുമ്പോൾ അത്ര സുഖം കാണത്തില്ല. ഏറ്റവും എളുപ്പം ഇട്ടിട്ട് ഓടാനാ. പക്ഷെ അവിടുന്ന് ഓടാതെ, ഈ ദൈവം എന്റെ ദൈവമാ, ഇവനെ എന്നെ വിളിച്ചത്, ഈ വിളി എന്റെ മേളിലുള്ളത് കൊണ്ട് ഞാൻ ഈ വിളിയുടെ പുറകെ പോകുക തന്നെ ചെയ്യും. ഇന്നെന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ മേളിൽ കിട്ടിയിരിക്കുന്ന ദൈവ വിളിയുടെ പുറകിൽ നീ പോകുന്നിടത്തോളം കാലം നിന്റെ ജീവിതത്തെ ആർക്കും നശിപ്പിക്കാൻ സാധിക്കത്തില്ല, ആർക്കും മുക്കിക്കളയാൻ സാധിക്കത്തില്ല. തക്ക സമയത്ത് നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് അവൻ എത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ, ആമേൻ. യൂത്ത് പറഞ്ഞു, നിന്റെ ദൈവമുണ്ടല്ലോ. എനിക്ക് ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ കിട്ടിയ കാറും ബസ്സും, എനിക്ക് കിട്ടിയ സൗഖ്യവും, എനിക്ക് കിട്ടിയ വലനര മീനും, എനിക്ക് കിട്ടിയ നന്മകളും അനുഗ്രഹങ്ങളും, വീടും കാറും, എല്ലാം ഉണ്ട്, നല്ലതാ. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഈ ദൈവം വേണം, ഈ ദൈവത്തെ എനിക്ക് വേണം, ഈ ദൈവത്തെ എനിക്ക് വേണം. അതാണ് വിശ്വാസത്തിന്റെ പരീക്ഷണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ട് പറഞ്ഞ ഓർഫ പിന്മാറ്റത്തിന്റെ ബസ്സേ കയറി. ശബ്ദം പോയി. നല്ല ശബ്ദത്തോടെ പറയുന്നേ. രൂത്ത് പറഞ്ഞു, വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. വായിച്ചേ. അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാൻ, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും, അടക്കപ്പെടും. അടക്കപ്പെടാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികവും, എന്ന് വെച്ചാൽ പുതിയ നിയമത്തിൽ പറഞ്ഞാൽ എന്നെ ദൈവം വിളിച്ച ഈ വിശ്വാസത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും ഞാൻ പുറകോട്ട് പോകത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു.
പോകത്തില്ല. തൊട്ടുപറ, അപ്പുറത്തുള്ള ആള് തൊട്ട് പറഞ്ഞേ, ബ്രദറെ നമുക്ക് പോകാൻ പറ്റത്തില്ല. വന്ന വഴി ഒന്ന് ഓർത്താ മതി, പോകാൻ പറ്റത്തില്ല. ആമേൻ, ആമേൻ. ഇന്നും ഇരുത്തോണിയിലാ കാല് വെച്ച് നടക്കുന്നതെങ്കിൽ ഇന്നൊരു തീരുമാനം എടുത്തോണം. ഞാനൊരു കാര്യം പറയാം, ഈ ഭൂമിയിലെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടിയുള്ള സന്ദേശം ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലെറ്റ് us assume ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി എല്ലാവർക്കും ഉണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ കിട്ടി, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, കാറുണ്ട്, ബംഗ്ലാവ് ഉണ്ട്, എല്ലാം കിട്ടി, സാമ്പത്തികമുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം കിട്ടിയെന്നിരിക്കട്ടെ. പക്ഷേ യേശു ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊരു ജീവിതമുണ്ട്. അവിടെ നിന്നെ എത്തിക്കണമെങ്കിൽ ഈ പൊന്നുനാഥന് മാത്രമേ എത്തിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നു ഇത് കഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ടെന്ന്? അതിന്റെ അർത്ഥം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കത്തില്ലെന്നല്ല, അതിന്റെ അർത്ഥം ഇവിടെ നമ്മൾ ജീവിക്കത്തില്ലെന്നല്ല. ഏറ്റവും കൂടുതൽ ഭൗമിക അനുഗ്രഹങ്ങൾ നമ്മൾ പറയുന്നത്. പക്ഷെ ഭൗമിക അനുഗ്രഹങ്ങൾ പറയുമ്പോൾ തന്നെ എന്റെ ചുമതലയാണ്, ഇതും കൊണ്ട് തീരുന്നതല്ല ജീവിതം. തൊട്ടുപറ, ഇതും കൊണ്ട് തീരുന്നതല്ല ജീവിതം. ഇതിന്റെ അപ്പുറം ഒരു നിത്യതയുണ്ട്. ഈ ജീവിതം താൽക്കാലികമാ, ഇതിന്റെ അപ്പുറം ഒരു നിത്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയാം, ഇന്നൊരു പക്ഷേ നമ്മൾ വിശ്വാസ നിമിത്തം ചില കഷ്ടങ്ങൾ അനുഭവിച്ചെന്നിരിക്കും. ഞാനൊരു വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അതിന്റെ അവിടെ ഒരു കൈ വെച്ചുകൊണ്ട് തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഒന്ന് തൊട്ട് പറയാം, ഇവിടുത്തെ കഷ്ടങ്ങളെല്ലാം നൊടി നേരത്തേക്കിനേ ഉള്ളൂ എന്ന് പറയാം. ഇവിടുത്തെ എല്ലാ കഷ്ടവും എത്ര നേരത്തേക്കിനേ ഉള്ളൂ? നൊടി നേരത്തേക്കിനേ ഉള്ളൂ. എന്ത് കമ്പയർ ചെയ്യുമ്പോഴാ? നിത്യത കമ്പയർ ചെയ്താല് ഇവിടുത്തെ കഷ്ടങ്ങളെല്ലാം വെറും നൊടി നേരത്തേക്കിനേ ഉള്ളൂ. എന്നാൽ ആ നൊടി നേരത്തേക്കിനുള്ള നമ്മളുടെ ഇവിടുത്തെ കഷ്ടതകൾ അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ആമേൻ. ഇവിടെ എന്തെങ്കിലും നമ്മൾ കർത്താവിന് വേണ്ടി സഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും, സ്വർഗരാജ്യത്തിലും അതിന്റെ നിക്ഷേപം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. ആമേൻ, ആമേൻ. ഒന്ന് തൊട്ട് പറ, വിശ്വാസത്തിന്റെ ബസ്സിൽ യാത്ര ചെയ്താൽ ഈ ഭൂമിയിലും നീ അനുഗ്രഹിക്കപ്പെടും, അവിടെയും നീ ഉയർച്ച പ്രാപിക്കും. ആമേൻ, ആമേൻ. സോ രൂത്ത് ഒരു തീരുമാനമെടുത്തു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. രൂത്ത് ഒരു തീരുമാനമെടുത്തു. ഓർഫ പിന്മാറ്റത്തിന്റെ ബസ്സിൽ കയറി, രൂത്ത് വിശ്വാസത്തിന്റെ ബസ്സിൽ കയറി. അപ്പുറത്തുള്ള തൊട്ട് പറഞ്ഞേ, ഓർഫ പിന്മാറ്റത്തിന്റെ ബസ്സിൽ കയറി, രൂത്ത് വിശ്വാസത്തിന്റെ ബസ്സിൽ കയറി. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഈ 4 അധ്യായം നിങ്ങൾ വായിക്കണം വീട്ടിൽ ചെന്നിട്ട്. ഈ 4 അധ്യായം വായിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോലും രൂത്ത് പ്രാർത്ഥിച്ചതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോണിൽ വിളിക്കണം. അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ എന്നെ നോക്കണം. ഈ 4 അധ്യായത്തില് രൂത്ത് എവിടെയെങ്കിലും എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി തരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അപ്പുറത്തുള്ള അടുത്തോട്ട് പറഞ്ഞാൽ 4 അധ്യായവും തപ്പണം. എവിടെയെങ്കിലും രൂത്ത് എനിക്കൊരു നല്ല ഭർത്താവെ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചെന്ന് നിങ്ങൾ കണ്ട എന്നെ വിളിക്കണം. എവിടെയെങ്കിലും രൂത്ത് എനിക്കൊരു നല്ല വീട് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം. എവിടെയെങ്കിലും രൂത്ത് എനിക്കൊരു കാറൂടെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അപ്പൊ തന്നെ വിളിക്കണം. ഹല്ലേലൂയ. പോട്ടെ, രൂത്ത് എന്തെങ്കിലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം. ഹല്ലേലൂയ. അപ്പുറത്തുള്ള തൊട്ട് പറഞ്ഞ വിശ്വാസത്തിന്റെ ബസ്സിൽ കയറിയ രൂത്ത് എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഈ 4 അധ്യായത്തിൽ പ്രാർത്ഥിച്ചതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആരെ വിളിക്കണം? എന്നെ വിളിക്കണം. ഹല്ലേലൂയ. ബിക്കോസ് നമ്മൾ രൂത്തിനേക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാ.
പക്ഷെ ഈ പുള്ളിക്കാരത്തി എന്നെ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ടില്ല വിളിക്കണ്ട കേട്ടോ. തൊട്ട് പറ, പ്രാർത്ഥിച്ചിട്ടില്ല വിളിക്കണ്ട. പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ എന്നെ വിളിക്കും. എന്നുവെച്ചാൽ ഞാൻ 4 അധ്യായം അരിച്ചു പെറുക്കി നോക്കിയിട്ട് എവിടെ പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കാര്യങ്ങളെ രൂത്ത് ചെയ്തുള്ളൂ. ഒന്ന്, വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞു, വിശ്വാസത്തിന്റെ ബസ്സിൽ യാത്ര ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഒരു രീതിയിലും യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരു ജീവിതം. ഒരു യൗവനക്കാരത്തി വിധവ. പക്ഷെ തന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു, ഈ ദൈവത്തെ ഞാൻ വിടത്തില്ല. ഈ ദൈവം എനിക്ക് കിട്ടാൻ കാരണമായ എന്റെ അമ്മായിയമ്മയെ ഞാൻ വിടത്തില്ല. ഞാൻ അവരെ സേവിക്കും. ഈ ദൈവത്തിന്റെ ജനത്തെ ഞാൻ സേവിക്കും. എനിക്ക് ഇനി പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എന്തിനാ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാവോ? നമുക്ക് കണ്ടു പഠിക്കാനായിട്ട്. ആമേൻ, ആമേൻ. നിങ്ങൾക്കറിയാവോ, രൂത്ത് ഞായറാഴ്ച തോമസുട്ടി ബ്രദറിന്റെ പ്രസംഗം കേട്ടിട്ടില്ല. അപ്പുറത്തുള്ള തൊട്ട് പറഞ്ഞ രൂത്ത് എല്ലാ ഞായറാഴ്ചയും തോമസുട്ടി ബ്രദറിന്റെ പ്രസംഗം കേൾക്കാറില്ല. ശബ്ദം പോയി. തൊട്ടുപറ, രൂത്തിന്റെ കയ്യിൽ ബൈബിൾ ഇല്ലായിരുന്നു. തൊട്ടുപറ, രൂത്തിന്റെ കയ്യിൽ ബൈബിൾ ഇല്ലായിരുന്നു. തൊട്ടുപറ, രൂത്തിന് പ്രയർസൽ ക്ലാസ് ഇല്ലായിരുന്നു. തൊട്ടുപറ, രൂത്തിന് റിവൈവൽ ഫെസ്റ്റിവൽ ഒന്നും ഇല്ലായിരുന്നു. തൊട്ടുപറ, രൂത്തിന്റെ കയ്യിൽ യൂട്യൂബിൽ പ്രസംഗം കാണാനില്ലായിരുന്നു. പക്ഷെ രൂത്ത് ഒരു തീരുമാനമെടുത്തു, എനിക്ക് കിട്ടിയ ഈ ദൈവത്തെ വിട്ടിട്ടുള്ള ഒരു കളി ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല. എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നിക്ഷേപമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് തൊട്ട് പറ, ബ്രദറെ, വിശ്വാസത്തിന്റെ ബസ് യാത്ര ചെയ്യാൻ സഭ മാറി പോകണ്ട. ശബ്ദം പോയി. ഒന്ന് തൊട്ട് പറ, വിശ്വാസത്തിന്റെ ബസ് യാത്ര ചെയ്യാൻ പല ദേവദാസന്മാരെ കാണണ്ട. ഒന്ന് തൊട്ട് പറ, വിശ്വാസത്തിന്റെ ബസ് യാത്ര ചെയ്യാൻ വലിയ വകുപ്പൊന്നും അറിയണ്ട. ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി. എന്നെ സ്നേഹിച്ച് എന്നെ വിളിച്ച ഈ നല്ല കാന്തന്റെ പുറകെ ഞാൻ പോകുക തന്നെ ചെയ്യും എന്നൊരൊറ്റ തീരുമാനം എടുത്താൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്റെ ഓരോ വാക്കുകളിലും ഒരു 100 മെസ്സേജസ് കർത്താവ് ഓരോരുത്തരോട് പകരുന്നുണ്ട്. എനിക്കറിയാം ആത്മാവിലും. ആമേൻ, ആമേൻ. ഈ സന്ദേശം ഇത് വെറുതെ പോകത്തില്ല. ഇത് നിന്നെ കേൾപ്പിക്കുന്നത് എന്താണെന്ന് അറിയാവോ? നിനക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ട് എന്നുള്ളത് നിന്നെ ഓർപ്പിക്കാൻ. ആമേൻ, ആമേൻ. രൂത്തിന്റെ പുസ്തകം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അവര് പോകുന്ന പ്രദേശത്തിൽ ഏറ്റവും ധനവാനായ ഒരു വ്യക്തിക്ക് ആ പുള്ളിക്കാരത്തെ ഇഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് യേശുവിനെ ഇഷ്ടമാണെന്നുണ്ടല്ലോ, അറിയാതെ നിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിന്റെ മേളിൽ ഫേവർ കർത്താവ് ഒഴിക്കാൻ തുടങ്ങും. നീ പ്രാർത്ഥിക്കണ്ട. യേശുവിനോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ നിന്റെ മേളിൽ കർത്താവിന്റെ ഫേവർ ഒഴുകാനായിട്ട് തുടങ്ങും. നാട്ടുകാരുടെ ഫേവർ നിന്റെ മേളിൽ ഒഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ട് പറ, ബ്രദറെ, വലിയ വകുപ്പൊന്നും വേണ്ട ബ്രദറെ എന്ന് പറ. ഹല്ലേലൂയ. ഓർഫ പിന്മാറ്റത്തിന്റെ ബസ്സിൽ പോയി. രൂത്ത് വിശ്വാസത്തിന്റെ ബസ്സിൽ മുന്നോട്ട് പോയി. തന്റെ പ്രായമായ
അമ്മായിയമ്മയും കൂട്ടി തിരിച്ച് ഇസ്രായേലിലോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ല. തൊട്ടുപറ, നിങ്ങൾക്ക് ഇന്ന് എല്ലാ ഞായറാഴ്ചയും വാഗ്ദത്തങ്ങളുണ്ട്. രൂത്തിന് വാഗ്ദത്തം ഒന്നുമില്ലായിരുന്നു. ശബ്ദം പോയി. ഒന്നുമല്ലേലും നിനക്ക് എല്ലാ ഞായറാഴ്ചയും വാഗ്ദത്തം കേൾക്കുന്നുണ്ട്. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ലെന്ന്. രൂത്തിന് അതില്ലായിരുന്നു. നീ എല്ലാ ഞായറാഴ്ചയും കേൾക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ദൈവവചനം കേൾക്കുക. രൂത്ത് അത് കേട്ടില്ല. രൂത്തിനെ സംബന്ധിച്ച് മുന്നിൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. പക്ഷെ രൂത്ത് ഒരു തീരുമാനമെടുത്തു. ഈ ദൈവം എന്റെ ദൈവം, ഇവനെ ഞാൻ വിടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർഫ പറഞ്ഞു, ഇനി മീറ്റിങ്ങിന് പോയിട്ട് കാര്യമില്ല, ഞാൻ പിന്മാറ്റത്തിൽ പോവുക. രൂത്ത് പറഞ്ഞു, എന്റെ ഭർത്താവ് പോയി കാണും, പക്ഷെ എനിക്ക് ഞായറാഴ്ച മീറ്റിംഗ് മുടക്കാൻ പറ്റത്തില്ല, എനിക്ക് സഭായോഗം മുടക്കാൻ പറ്റത്തില്ല, എനിക്ക് കൂട്ടായ്മ മുടക്കാൻ പറ്റത്തില്ല, എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതെല്ലാം ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂത്തിന് തോന്നിയത് കൊണ്ടല്ല ചെയ്തത്. രൂത്ത് ഏതാണോ ശരി അത് ചെയ്തു. തൊട്ടുപറ, തോന്നിയതല്ല ചെയ്യേണ്ടത്, ഏതാണോ ശരി അത് ചെയ്യണം. ബ്രദറെ, ഇപ്പൊ മീറ്റിങ്ങിന് വരാൻ അങ്ങോട്ട് തോന്നുന്നില്ല. തൊട്ടുപറ, ഓർഫയുടെ ബസ്സേ കയറി പോക്കും. ഹല്ലേലൂയ. തോന്നൽ നന്നായിട്ട് വിശ്വാസത്തിന്റെ ബസ്സേ കയറാൻ നോക്കരുത്. തൊട്ടുപറ, വിശ്വാസത്തിന്റെ ബസ്സിൽ ആദ്യം ഒരു തോന്നലും വരത്തില്ല എന്ന് പറഞ്ഞു. ഒരു തോന്നലും കിട്ടത്തില്ല. പക്ഷെ അവിടെ ഏതാണോ ശരി അതിലേക്ക് കാലെടുത്ത് വെക്കുക. ബാക്കി കാര്യം കർത്താവ് നോക്കിക്കോളും. ആമേൻ, ആമേൻ, ആമേൻ. ആ പ്രദേശത്തിലെ ഏറ്റവും ധനവാനായ ഒരു ബോവാസ് അവിടെ ദൈവം ഒരുക്കി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടിട്ട്, ബ്രദറെ, ഞാനിത് ഏറ്റെടുക്കുക. വിശ്വാസത്തിന്റെ ബസ്സെന്ന് ഞാൻ ഇനി ഇറങ്ങത്തില്ല. പിടിക്കാൻ തയ്യാറാണെന്ന് നീ മനസ്സിൽ തീരുമാനിക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി ബോവാസുമാര് റെഡിയാകും, 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 റെഡിയാകും. റെഡി ആയിക്കൊണ്ടിരിക്കുക, റെഡി ആയിക്കൊണ്ടിരിക്കുക, റെഡി ആയിക്കൊണ്ടിരിക്കുക, റെഡി ആയിക്കൊണ്ടിരിക്കുക. രൂത്തിന് അറിയത്തില്ലായിരുന്നു. പക്ഷേ വിശ്വാസത്തിന്റെ ചുവട് ഒരാൾ എടുത്തു വെക്കുമ്പോൾ, ഈ ഭൂമിയിൽ ഒരാൾ യേശുവേ നിന്നെ സംഭവിച്ചാലും അപ്പൊ നിന്നെ ഞാൻ വിടത്തില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ നിനക്ക് വേണ്ടിയുള്ള ബോവാസ് റെഡിയായി കഴിഞ്ഞു. നിനക്ക് വേണ്ടിയുള്ള ചിലത് റെഡിയായി കഴിഞ്ഞു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി. ആ ബോവാസ് ഈ വിധവയായ സ്ത്രീ യൗവനക്കാരത്തിയെ വിവാഹം കഴിച്ചു. നിങ്ങൾക്കറിയാമോ, ഒരൊറ്റ രാത്രി കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വയലിൽ പണിയെടുത്തോണ്ടിരുന്ന ഒരു സ്ത്രീ ഒരൊറ്റ രാത്രിയിൽ ഒരു ധനവാന്റെ ഭാര്യയായി മാറി. സോ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഭാവി അവൾക്ക് ദൈവം കൊടുത്തു. ഓർഫ ഉമ്മ വെച്ചു പോയെന്ന് പറഞ്ഞതിന് ശേഷം അവളെ കുറിച്ച് പിന്നെ ചരിത്രം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. തൊട്ടുപറ, പിന്മാറ്റത്തിന്റെ ബസ്സിൽ പോയവന്റെ ചരിത്രം പിന്നെ ആരും കേട്ടിട്ടില്ല. കേട്ടില്ല, കേട്ടില്ല, കേട്ടില്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ. പിന്മാറ്റത്തിന്റെ ബസ്സിൽ കയറിപ്പോയ ആളുടെ ചരിത്രം പിന്നെ ആരും കേട്ടിട്ടില്ല. പക്ഷേ വിശ്വാസത്തിന്റെ ബസ്സിൽ കയറിപ്പോയ ആളുടെ ചരിത്രം പിന്നെയും തുടരും, 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 തുടരും. ഇനി ഒരു കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾ സീറ്റാന്ന് ചാടി എഴുന്നേക്കാൻ പോവാ. ഇപ്പൊ രൂത്തിന്റെ 4 അധ്യായം കൊണ്ട് രൂത്തിന്റെ ചാപ്റ്റർ തീർന്നില്ല. എന്ന് വെച്ചാൽ നിന്റെ തലമുറ കൊണ്ട് തീരുന്നതല്ല ഈ വിശ്വാസത്തിന്റെ ജീവിതം. നിന്റെ തലമുറകളെ അവൻ മാനിക്കും, നിന്റെ തലമുറകളെ അവൻ ഉയർത്തും, നിന്റെ തലമുറകളെ അവൻ അനുഗ്രഹിക്കും. നീ ചിന്തിക്കാൻ മേലാത്ത രീതിയിൽ, നിനക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ ചരിത്രം തുടരും.
നിന്റെ ചരിത്രം തുടരും, നിന്റെ ചരിത്രം തുടരും, നിന്റെ ചരിത്രം തുടരും. എങ്ങനെ അറിയാം ബ്രദറെ? കാണിക്കാം, കാണിക്കാം, കാണിക്കാം. കണ്ടോ, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എഴുന്നേക്കുമെന്ന്. എഴുന്നേറ്റില്ലേ? കണ്ടില്ലേ? ഹല്ലേലൂയ. ബാക്കിയുള്ള മിക്കവാറും വിശുദ്ധന്മാരെല്ലാം പഴയ നിയമം കൊണ്ട് ഒതുങ്ങി പുതിയ നിയമത്തിലേക്ക്, പഴയ നിയമത്തിലെ രൂത്ത് പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ചു. ഓർഫയുടെ ചരിത്രം ഉമ്മ കൊടുത്ത് പിരിഞ്ഞതോടെ തീർന്നെങ്കില് വിശ്വാസത്തിന്റെ ബസ്സെ കാല് വെച്ച രൂത്തിന്റെ ചരിത്രം പഴയ നിയമം കൊണ്ട് തീർന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബോസിനെ കെട്ടിയതും ഒരൊറ്റ ദിവസം ബെൻസുകാരെ കയറിയതും അവളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ തുടക്കം മാത്രമാണ്, അവസാനമല്ലായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു പണി ചെയ്യുന്ന ഒരു സ്ത്രീ, പണി ചെയ്യുന്ന ഒരു പെണ്ണ്, ഒരു ധനവാന്റെ ഭാര്യ ആയത് അവളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ അവസാനമല്ല, തുടക്കം മാത്രമാണ്. ഇന്ന് പകൽ ഒരു യൗവനക്കാർക്ക് വിധവ വിശ്വാസത്തിന്റെ ബസ്സിൽ കയറിയാൽ അവളുടെ ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെടുമെന്ന് നിന്നെ ദൈവം കേൾപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അതുപോലെ ശ്രേഷ്ഠമേറിയ ചിലത് അവൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ വരുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിൽ അവിടെ ചരിത്രം രേഖപ്പെടുത്തുക, യേശുവിന്റെ വംശാവലി രേഖപ്പെടുത്തുക, യേശുവിന്റെ വംശാവലി. സോ അവിടെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. സൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. നിങ്ങൾക്കറിയാവോ, ദാവീദ് രാജാവിന്റെ വലിയ വലിയ അമ്മച്ചിയാണ് രൂത്ത്. ഒന്ന് തൊട്ട് പറ, ലെവള് ബോവാസിനെ മാത്രം കൊണ്ടല്ല പോയത്, ലെവൾക്ക് ഒരു കൊച്ചുമകൻ ഉണ്ടായി, അവന്റെ പേര് ദാവീദ് എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ഒന്ന് തൊട്ട് പറ, വിശ്വാസത്തിന്റെ ബസ്സേ കയറിയാൽ ലെവൾ എല്ലാം അടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. വിശ്വാസത്തിന്റെ ബസ്സേ കയറുന്നവൻ ലെവൻ എല്ലാം അടിച്ചോണ്ട് പോകും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. തൊട്ട് പറ, ബസ് മാറി കയറരുത്, ബസ്സേ തന്നെ ഇരുന്നോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് രാജാവെന്ന് പറയുന്നത് ലോകമറിയുന്ന ഒരു രാജാവാ. നിങ്ങൾക്കറിയാവോ, ദാവീദ് രൂത്തിന്റെ കൊച്ചുമോന്. വിശ്വാസത്തിന്റെ ബസ്സിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ച ഒരു യൗവനക്കാരത്തി വിധവയുടെ ജീവിതം കൊണ്ട് അവസാനിപ്പിച്ചില്ല ദൈവം. അവളുടെ തലമുറകളെ, അവളുടെ തലമുറകളെ, അവളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു, ദൈവം അനുഗ്രഹിച്ചു, ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് ഞാൻ പറയാം, നീ എത്ര രൂപ ഉണ്ടാക്കി വെച്ചാലും നിന്റെ പിള്ളേർ അറിയപ്പെടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയുന്ന എഴുതി വെച്ചോ, ഈ യേശുവിന് വേണ്ടി നിന്റെ ജീവിതം വെടിയാൻ തയ്യാറാണോ? ഈ യേശുവിന് വേണ്ടി നീ ജീവിക്കാൻ തയ്യാറാണോ? ഈ യേശുവിന് വേണ്ടി വിശ്വാസത്തിന്റെ ചുവട് വെക്കാൻ നീ തയ്യാറാണോ? നിന്റെ തലമുറകളെ ലോകമറിയും, നിന്റെ തലമുറകളെ ലോകമറിയും, നിന്റെ തലമുറകളെ ലോകമറിയും. ഇന്ന് ഞാൻ പ്രവചിക്കുക, നിന്റെ തലമുറകളെ ലോകമറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിന്റെ മകനാണ് ശലോമോൻ രാജാവ്. ശലോമോൻ രാജാവിനെ കുറിച്ച് സ്കൂൾ പുസ്തകങ്ങളിൽ വരെ കൊച്ചുകൾ വായിക്കും. ഏറ്റവും ജ്ഞാനിയായ രാജാവ്, ഏറ്റവും ജ്ഞാനം നിറഞ്ഞ രാജാവ്. തൊട്ട് പറല്ല, അവളുടെ കൊച്ചുമോനാന്ന് പറ. ഒന്നല്ല, ശബ്ദം ഉയർത്തി പറ, ലവളുടെ കൊച്ചുമോനാന്ന് പറ. നമ്മളിപ്പോ കേട്ട ആ വിശ്വാസത്തിന്റെ ബസ്സേ കയറി ലവളുടെ കൊച്ചുമോനാന്ന് പറ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. തൊട്ടുപറ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, കാര്യമില്ല, കാര്യമില്ല. പ്രതികൂലമെന്ന് പറയുന്ന സമയത്ത്, നഷ്ടമെന്ന് പറയുന്ന സമയത്ത്, എല്ലാം തീർന്നെന്ന് പറയുന്ന സമയത്ത്, എല്ലാം ഇരുട്ടെന്ന് പറയുന്ന സമയത്ത്, വിശ്വാസത്തിന്റെ ആ ബസ്സേല് മുന്നോട്ട് കർത്താവേ നിന്നെ ഞാൻ വിടത്തില്ല, നിന്നെ ഞാൻ വിടത്തില്ല, ഈ വിശ്വാസം വിട്ട് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് അതിൽ യാത്ര ചെയ്യാൻ തയ്യാറാകുന്ന ഒരൊറ്റ വ്യക്തിയെ പോലും എന്റെ കർത്താവ് കൈവിടത്തില്ല. ഹല്ലേലൂയ. തൊട്ട് പറ, ഇടയ്ക്കിടയ്ക്ക് ബസ് മാറിക്കാറുള്ളത് ബ്രദർ. രണ്ട് ഞായറാഴ്ച യൂത്തിന്റെ ബസ്, രണ്ട് ഞായറാഴ്ച ഓർപ്പയുടെ ബസ്. തൊട്ട് പറ, അതുകൊണ്ടാ കറങ്ങി കറങ്ങി ഒരേ സ്ഥലത്ത് നിൽക്കുന്നതെന്ന് പറ. ശബ്ദം കേട്ടില്ല, ശബ്ദം കേട്ടില്ല, ശബ്ദം കേട്ടില്ല, ശബ്ദം കേട്ടില്ല. തൊട്ട് പറ, രണ്ട് ഞായറാഴ്ച യൂത്തിന്റെ ബസ്, രണ്ട് ഞായറാഴ്ച ഓർപ്പയുടെ ബസ്. തൊട്ട് പറ, അതുകൊണ്ടാ ഒരേ സ്ഥലത്ത് നിന്ന് വട്ടം കറങ്ങുന്നതെന്ന് പറ. ഇന്ന് പകൽ കർത്താവ് ആരാണ്ടോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇന്ന് പകൽ കർത്താവ് ആരാണ്ടോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടം കൊണ്ടും തീർന്നില്ല. തൊട്ട് പറ, ലെവളുടെ കാര്യം അവിടം കൊണ്ടും തീർന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ താഴോട്ട് വായിച്ചു 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 വന്നപ്പോൾ 16-ാമത്തെ വാക്യം. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഒരു യൗവനക്കാരത്തിയായ വിധവയുടെ വിശ്വാസം അവളെ ചരിത്രത്തിൽ അവളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഈ കാന്തന് വേണ്ടി നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഈ യേശുവിന് വേണ്ടി നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വാസത്തിന്റെ ബസ്സിൽ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ, നീ കൊണ്ട് തീരുന്നതല്ല ഈ ജീവിതം. നിന്റെ തലമുറകളെ കുറിച്ച്, നിന്റെ തലമുറകളെ കുറിച്ച് ലോകം സംസാരിക്കും, ലോകം സംസാരിക്കും.